ലോക ഭൂപടത്തിൽ ഒരു രാജ്യം എങ്ങനെ സ്വയം കുഴിതോണ്ടി വീഴുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ. വിതച്ചതേ കൊയ്യൂ എന്ന് കേട്ടിട്ടില്ലേ? സംഗതി അത് തന്നെയാണ്. പണ്ട് വിതച്ചത് പാകിസ്ഥാൻ ദാ ഇപ്പോൾ കൊയ്യുന്നു, ഇന്ന് കൊയ്യുകയാണ്. ഭീകരവാദത്തെ അയൽ രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു സ്ട്രാറ്റജിക് ടൂൾ ആയിട്ട് ഉപയോഗിച്ച പാകിസ്ഥാൻ ഇന്ന് അതേ തീയിൽ വെന്തുരുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2026 ആഗോള ഭീകരവാദ സൂചിക ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2026 റിപ്പോർട്ട് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അതെ, അഫ്ഗാനിസ്ഥാനെയും ബുർക്കീന ഫാസോയെയും ഒക്കെ പിന്നിലാക്കി പാകിസ്ഥാൻ ഈ നാണം കെട്ട നേട്ടത്തിൽ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇത് കേവലം ഒരു കണക്കല്ല, പാകിസ്ഥാൻ എന്ന രാഷ്ട്രം നേരിടുന്ന ടോട്ടൽ കൊളാപ്സിന്റെ സർവനാശത്തിന്റെ സൂചനയാണ്. ഇതിനിടയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വലിയ നീക്കം പാകിസ്ഥാനെ ശരിക്കും ശ്വാസം മുട്ടിക്കുകയാണ്. സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. വെള്ളവും ചോരയും ഒരുമിച്ച് ഒഴുകില്ല എന്ന മോദി സർക്കാരിന്റെ നയം പാകിസ്ഥാന്റെ അടിത്തറ ഇളക്കുകയാണ്. എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകം അവരെ ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ട് കാണുന്നത്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് IEP പുറത്തുവിട്ട റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് ആദ്യം നോക്കാം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ 6% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2025 മാത്രം പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് 1139 പേരാണ്. ഇതുകൂടാതെ 1045 ആക്രമണങ്ങൾ ഉണ്ടാവുകയും 1595 പേർക്ക് പരിക്കേൽക്കുകയും 655 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ഇത് 2013 ശേഷമുള്ള ഏറ്റവും വലിയ മരണനിരക്കുമാണ്. ഇവിടെ പ്രധാനമായും 2 ഗ്രൂപ്പുകളാണ് പാകിസ്ഥാനെ വിറപ്പിക്കുന്നത്. ഒന്ന് തെഹ്രീക് താലിബാൻ പാകിസ്ഥാൻ TTP, രണ്ടാമതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA. ഇതിൽ TTPയുടെ വളർച്ച ശരിക്കും അലാമിംഗ് ആണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ 3ാമത്തെ ഭീകര സംഘടനയായി TTP മാറിയിരിക്കുന്നു. തമാശ എന്താണ് എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വരാൻ എല്ലാ സഹായവും ചെയ്തത് പാകിസ്ഥാനായിരുന്നു. പക്ഷെ ഇന്ന് അതേ അഫ്ഗാൻ താലിബാന്റെ തണലിൽ വളരുന്ന TTP പാകിസ്ഥാൻ സൈന്യത്തെ തന്നെ കൊന്നൊടുക്കുന്നു. ഇതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. പണ്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ അവർ വളർത്തിയ പാമ്പുകൾ ഇന്ന് അവരെ തന്നെ തിരിഞ്ഞുകൊത്തുന്നു. പാകിസ്ഥാനിലെ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഖൈബർ പത്തൂൺഖ്വ മേഖലയിൽ മാത്രം കഴിഞ്ഞ വർഷം 595 ആക്രമണങ്ങളാണ് നടന്നത്. സൈനികർക്ക് സ്വന്തം ക്യാമ്പുകളിൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥ. മറുഭാഗത്ത് ബലൂചിസ്ഥാനിൽ BLA നടത്തുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ സാമ്പത്തിക താൽപര്യങ്ങളെ, പ്രത്യേകിച്ച് ചൈനീസ് പ്രൊജക്ടുകളെ സാരമായി ബാധിക്കുന്നുണ്ട്. സാമ്പത്തികമായി പാപ്പരായ ഒരു രാജ്യം, രാഷ്ട്രീയമായി അസ്ഥിരമായ ഒരു രാജ്യം ഇപ്പോൾ ഭീകരവാദത്തിന്റെ കൂടി കേന്ദ്രമാകുമ്പോൾ പതനം പൂർണ്ണമാവുകയാണ്. ബുർക്കിന ഫാസോ, നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഗണത്തിലേക്കാണ് പാകിസ്ഥാൻ ഇന്ന് കൂപ്പുകുത്തിയിരിക്കുന്നത്. ലോകത്തെ ആകെ ഭീകരവാദ മരണങ്ങളിൽ 70% നടക്കുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വെറും 5 രാജ്യങ്ങളിലാണ് എന്നത് ഭയാനകമായ ഒരു കാര്യമാണ്. ഇനി പാകിസ്ഥാൻ ഇങ്ങനെ തകരുമ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യുന്നത്? ഇന്ത്യ വെറുതെ നോക്കി നിൽക്കുകയല്ല, സ്ട്രാറ്റജിക്കായി പാകിസ്ഥാനെ പൂട്ടുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ എടുത്ത നിലപാട് ലോകം ശ്രദ്ധിച്ചതാണ്. 1960 ഒപ്പിട്ട ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി, സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പാകിസ്ഥാനിലെ കാർഷിക മേഖലയുടെയും വൈദ്യുതി ഉൽപാദനത്തിന്റെയും ജീവനാഡിയാണ് ഈ നദികൾ. വെള്ളം വേണമെങ്കിൽ ഭീകരവാദം അവസാനിപ്പിക്കൂ എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ ഇന്ത്യൻ പ്രതിനിധി P. ഹരീഷ് നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമാണ്. കരാറുകളുടെ പവിത്രതയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് മുൻപ് മനുഷ്യജീവന്റെ പവിത്രത പാകിസ്ഥാൻ പഠിക്കണം. ഭീകരവാദം പാകിസ്ഥാന്റെ സ്റ്റേറ്റ് പോളിസി ആയിട്ട് തുടരുന്നിടത്തോളം കാലം ഇന്ത്യയുമായി യാതൊരു ചർച്ചയും ഉണ്ടാകില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. ലഷ്കർ-ഇ-തൊയ്ബയുടെ B ടീം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF പഹൽഗാമിൽ നടത്തിയ ആക്രമണം ഇന്ത്യയുടെ ക്ഷമ നശിപ്പിച്ചിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന സപ്പോർട്ട് ഇനിയും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയാണ്. നദീജല വിതരണത്തിന്റെ മുകൾ തട്ടിലുള്ള രാജ്യമെന്ന നിലയിൽ ഇന്ത്യ കാട്ടുന്ന മര്യാദയും കരാറുകളോടുള്ള വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടാത്തതാണ്. അയൽ രാജ്യങ്ങളുമായുള്ള എല്ലാ ജലകരാറുകളും ഇന്ത്യ എന്നും അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്. പക്ഷേ റെസ്പോൺസിബിലിറ്റി എന്നത് ഒരു വശത്ത് മാത്രം പോരല്ലോ. ഒരു വശത്ത് ഭീകരരെ അയക്കുക, മറുവശത്ത് കരാറുകൾ പാലിക്കണമെന്ന് പറയുക. ഈ ഇരട്ടത്താപ്പ് ഇനി നടക്കില്ല. ഏതായാലും പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ അവസ്ഥ പാകിസ്ഥാനെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് നോക്കാം. വിദേശ നിക്ഷേപകർ പാകിസ്ഥാനെ കണ്ടാൽ ഓടുന്ന അവസ്ഥയാണ്. അന്താരാഷ്ട്ര ഏജൻസികൾ പാകിസ്ഥാനെ ഒരു ഹൈ റിസ്ക് കൺട്രി ആയിട്ട് മുദ്രകുത്തി കഴിഞ്ഞു. ദാരിദ്ര്യം, പട്ടിണി, വിലക്കയറ്റം ഇതിനെല്ലാം പുറമെയാണ് ഈ ഭീകരവാദവും.
സ്വന്തം മണ്ണിലെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കാതെ പാകിസ്ഥാന് രക്ഷയില്ല എന്നർത്ഥം. പക്ഷെ അത് ചെയ്യാൻ പാകിസ്ഥാൻ സൈന്യത്തിന് താല്പര്യമില്ല. കാര്യം വേറൊന്നുമല്ല, ഭീകരവാദം ഇല്ല എങ്കിൽ അവർക്ക് രാജ്യത്ത് അധികാരത്തിൽ തുടരാൻ കഴിയില്ല. ഇതാണ് പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് 2026 ഈ GTI റിപ്പോർട്ട് പാകിസ്ഥാനുള്ള അവസാനത്തെ വാർണിംഗ് ആണ്. സമാധാനത്തിന്റെ വഴി തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടുകയോ ചെയ്യുക. ഇതാണ് പാകിസ്ഥാന് മുന്നിലുള്ള ഓപ്ഷനുകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.